തിരഞ്ഞെടുപ്പിൽ തോൽവി നേരിട്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ പ്രസക്തിക്ക് ഒരു പോറലും ഉണ്ടായിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് പറഞ്ഞു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമാപന പൊതുസമ്മേളനം തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. ചിലപ്പോഴെല്ലാം വലതുപക്ഷ ശക്തികൾ മേൽക്കൈ നേടിയെന്നും വരാം. അതിനർത്ഥം ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടമായെന്നല്ല. ഇത് അവസാനത്തെ ജനവിധിയാണെന്ന വിധത്തിൽ ചിലർ പറയുന്നുണ്ട്. ഇടതുപക്ഷം വലിയൊരു അനുഭവമായാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. ഇതിനേക്കാൾ വലിയ തോൽവികളെ നേരിട്ട് ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. 1982 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ AK ആന്റണി പ്രവചിച്ചത് ഇനി 100 കൊല്ലത്തേക്ക് ഇടതുപക്ഷം തിരിച്ചു വരില്ലെന്നാണ്. എന്നാൽ 1987 മിന്നുന്ന വിജയം ഇടതുപക്ഷം നേടി. ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അണിനിരക്കും. ഇടതുപക്ഷത്തിന് കടുകുമണിയോളം തെറ്റുപറ്റരുതെന്ന് സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസുകാർ കളവ് നടത്തിയാൽ സമൂഹം പുറത്തുകൊടുക്കും. വയനാടുണ്ടായ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചവരെക്കുറിച്ച് മാധ്യമങ്ങൾ പോലും ഇപ്പോൾ മിണ്ടുന്നില്ല. UDF ഭരണത്തിലെഴുതിയതുപോലെ ചെയ്യാതെ മഹാഭൂരിപക്ഷത്തെയും നിരാശയിലാക്കുന്നതാണ് സർക്കാരിന്റെ ആദ്യ നടപടികൾ. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പൂർണ്ണതോതിൽ മുഴങ്ങിയത് സത്യപ്രതിജ്ഞ ചടങ്ങിലാണ്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവർക്കാണ് കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും തിരിച്ചടി നേരിട്ടതെന്നും സ്വരാജ് പറഞ്ഞു. RSS വന്ദേമാതരത്തെ മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. അപ്പോഴാണ് പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വന്ദേമാതരം പൂർണ്ണതോതിൽ മുഴങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് ഞാൻ അറിഞ്ഞില്ല. ശരി, ആവട്ടെ. പക്ഷെ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ ലോക്ഭവനെ പ്രതിഷേധം അറിയിക്കണ്ടേ? പ്രതിഷേധം അറിയിക്കാൻ ആർജവമില്ലെങ്കിൽ അസംതൃപ്തി അറിയിക്കണ്ടേ? അറിയിച്ചു. ഉടനെ RSSന്റെ മുഖപത്രം ഓർഗനൈസർ കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ലേഖനമെഴുതി, മുഖപ്രസംഗം എഴുതി. സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ മണിക്കൂറിൽ ഒരു BJP ഇതര ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ഓർഗനൈസറിൽ ലേഖനം വരുന്നത് ആദ്യമാണ്. ആദ്യം RSSന്റെ അഭിനന്ദനം അവിടെ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രത്തൻ കേൽക്കർ ഒരു സിവിൽ സർവീസ് ഓഫീസറാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു പദവിയിൽ ഉണ്ടാവും, ആ കാര്യം ഉറപ്പ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവണോ? അതാണ് ചോദ്യം. ഈ പേര് നമ്മൾ ഇതിനു മുമ്പ് എപ്പോഴാണ് കേട്ടത്? സംഘപരിവാരത്തിന്റെ ഇഷ്ടക്കാരനായ പ്രിയപ്പെട്ടവനായ രത്തൻ കേൽക്കർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്ത സർക്കുലറിൽ BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സീൽ പതിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനെ BJPയുടെ ഓഫീസാക്കി മാറ്റിയ സംഘപരിവാരത്തിന്റെ വിനീത വിധേയൻ അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് നിഷ്കളങ്കമല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. നിയമസഭയിൽ മുഴങ്ങിയ നയപ്രഖ്യാപന പ്രസംഗം, ഈ UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം, കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്ക് വിമർശനം പോലുമില്ല, ഒരക്ഷരമില്ല. 10 കൊല്ലത്തിനു ശേഷം ആദ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ, കേരളീയരെ രണ്ടാം തരം പൗരന്മാരാക്കി കണക്കാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ദുർബലമായ വാക്കുകൊണ്ട് പോലും പ്രതിരോധം തീർക്കാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തയ്യാറായില്ല. ഒരു ദശാബ്ദത്തിനു ശേഷം കേന്ദ്ര വിമർശനമില്ലാത്ത നയപ്രഖ്യാപനം കേട്ട ഉടനെ BJP സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതികരണം വന്നു. ഇത് ഞങ്ങളുടെ പ്രകടന പത്രിക പകർത്തി വെച്ചിരിക്കുന്നതാണ്, ഇത് ഞങ്ങളുടെ നയപ്രഖ്യാപനമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല, ഞങ്ങൾ പിന്തുണയ്ക്കും. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. ജില്ലാ പ്രസിഡന്റ് K. അനുശ്രീ അധ്യക്ഷത വഹിച്ചു. V. വസീഫ് സംസാരിച്ചു. M. സാഗർ, M. വിജിൻ, N. ഷംസീർ, C. രമേശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ സ്വാഗതവും P. മനീഷ് നന്ദിയും പറഞ്ഞു.